പാതിരാത്രി നോറയെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് ജിൻഡോ ലൈവിനകത്ത്. വന്ന ആഴ്ച മുതല് ഫുൾ കരച്ചില്, സെക്കൻഡ് ആഴ്ച കരച്ചിലിന്റെ ശക്തി കുറച്ചു. അപ്പൊ എല്ലാരും വീക്കാണെന്ന് പറഞ്ഞു തുടങ്ങി. പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയാണ് കരഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ മൂന്നാമത്തെ ആഴ്ച ഇവിടെ വന്ന് എതിർത്തിട്ട് ബാത്റൂമിൽ പോയി കരയും. അവിടെ മുഖം കാണിക്കൂല, മൈക്കുണ്ട്, സൗണ്ട് കേൾക്കും. അതുകൊണ്ട് ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോ നോറ നിർത്താതെ സംസാരിക്കും. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന്. ബിഗ് ബോസ് വരെ പറഞ്ഞു ക്ലിയർ ആയിട്ട് പറയൂ നോറ എന്ന്. അപ്പൊ സാഹു പറയുന്ന ഇപ്പൊ മാറുന്നുണ്ട് നോറ, വിട്ടേക്ക് മാറുന്നുണ്ട് എന്ന് പറയുന്നു, ആളുകൾ മാറും എന്ന് പറയുന്നു. പിന്നെ ഈ ആഴ്ച നോറ വേറെ മുഖമാണ്, എന്ത് പറഞ്ഞാലും ഇപ്പൊ ട്രിഗർ ആവത്തില്ല. കാരണം പവർ റൂമാണ്. നോറയ്ക്ക് എപ്പം മുഖം മാറ്റണം എന്ന് പുള്ളിക്കാരിക്ക് കൃത്യമായിട്ട് അറിയാം. അതുപോലെയാണ് എനിക്കും. സ്വന്തം തെറ്റുകൾ മറച്ചു വെച്ചിട്ട് വേറുള്ളവരെ പഴിക്കും. അതാണ് നോറ. നോറയുടെ തുടക്കം മുതലുള്ള പുള്ളിക്കാരി അവിടെ കളിച്ച ഓരോ ഗെയിമിനെയും ജിൻഡോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഏത് ലെവലിലാണെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ജിൻഡോ എന്ന ബുദ്ധി രാക്ഷസന്റെ ഒരു തിങ്കിങ് ലെവൽ, ഒരു തോട്ട് പ്രോസസ്, അവിടെ ഉള്ളവർക്ക് ആർക്കും കൂട്ടിയാ കൂടാത്ത ലെവലിലേക്ക് എതിരാളികളെ മനസ്സിലാക്കി വെച്ച് ഗെയിം കളിക്കുന്ന ഒരാളാണ് ജിൻഡോ. നോറയ്ക്കൊന്നും പറയാനില്ല. ജിൻഡോ ഈ പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതേ നോറയെ കൊണ്ട് പറ്റത്തുള്ളൂ. കാരണം ആ ലെവലിലാണ് നോറയെ കുറിച്ച് ജിൻഡോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതെടുത്ത് വെച്ച് തേച്ചൊട്ടിക്കുന്നത് സാബുവിന്റെ ഒക്കെ മുന്നില്. പാതിരാത്രി ആയതുകൊണ്ടാണോ എന്നും അറിയില്ല, ലൈവ് കാണാൻ ഒത്തിരി പേര് ഇല്ലാത്തതുകൊണ്ടാണോ എന്നും അറിയില്ല. നോറ മിണ്ടാതിരുന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, നോറ ഇങ്ങനെ മിണ്ടാതിരുന്ന് കേൾക്കുക എന്ന്. ഇത് ജിൻഡോ പറയുന്നത് പോലെ പവർ റൂം ആയതുകൊണ്ട് നോറയ്ക്കിപ്പം പ്രതികരണശേഷി ഇല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പൊ ഇത്രയുമായിരുന്നു ലൈവ് അപ്ഡേറ്റുകൾ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.